ഹലോ, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കയ്യിലെടുത്ത് തന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമാണ് ഓരോ സ്റ്റെപ്പും മനസ്സിലാവുള്ളൂ. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുതിർത്താനിടുന്നത് മുതൽ അരയ്ക്കുന്നത് മുതൽ അത് കുഴയ്ക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് ഉഴുന്നിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർക്കാനിടുക. 4 മണിക്കൂർ നേരം തന്നെ കുതിർക്കാനിടണം കേട്ടോ. 5 മണിക്കൂറായാലും കുഴപ്പമില്ല. അപ്പം 4 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് കുതിർക്കാനിടണം. 4 മണിക്കൂറിന് ശേഷം ഇത് ഊറ്റിയെടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഊറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഒട്ടും വെള്ളമില്ലാതെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് എടുത്തിടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ഉഴുന്നരയ്ക്കാനായിട്ട് നോക്കരുത് കേട്ടോ, അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അരയ്ക്കുക. അരഞ്ഞില്ലെങ്കിൽ മാത്രം 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കുക. ഇതാണ് ശരിക്കും പാകം. അപ്പം ഇങ്ങനെ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരഞ്ഞില്ലെങ്കിൽ മാത്രം 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി. ഇനി ഇത് അരഞ്ഞത് ഓക്കെ ആയോ എന്നറിയാൻ ഇതുപോലൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉഴുന്നൊന്ന് ഇട്ട് നോക്കുക, അത് പെട്ടെന്ന് പൊന്തി വരും. 1/2 കപ്പിൽ കൂടുതൽ ഉഴുന്നുണ്ട് അരയ്ക്കാനെങ്കിൽ ബാച്ചായിട്ട് അരച്ചെടുക്കുക. 1/2 കപ്പ് വെച്ച് അരച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഒരുമിച്ചിട്ട് അരയ്ക്കുന്നേക്കാളും. ഇനി അരച്ചെടുത്ത ഉഴുന്നുമാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇത് കൈ വെച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ മാവിലേക്ക് എയർ കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ മാവിൻ്റെ ഉള്ളിലേക്ക് എയർ കയറിയാൽ മാത്രമാണ് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് ഉഴുന്നിന് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊട്ടും നിർബന്ധമില്ല ചേർക്കണമെന്ന്, വേണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. നമ്മൾ ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് അത് കിട്ടും. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത മാവാണിത്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ 1/2 ഭാഗം കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് എത്രത്തോളം തിന്നായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നുള്ള് സോഡാപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. ഇത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വറക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ചേർക്കുള്ളൂ. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്നും ചേർക്കാൻ പാടില്ല. ഉപ്പൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവടയ്ക്ക് ഒരു കയ്പ്പ് രുചി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ വറക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ മാത്രമാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത്. നമ്മുടെ മാവിന് ഒരുപാട് കട്ടി കൂടാനോ അതുപോലെ ഒരുപാട് ലൂസായി പോവാനോ പാടില്ല. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഹാർഡായി പോകും. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെടുത്ത് ഷേപ്പ് ചെയ്യാനും പറ്റില്ല. ഇത് ഒരു പരിവാണ് കേട്ടോ പാകം. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഇതുപോലെ
വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കൈ നന്നായിട്ട് മുക്കി കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് നനയണം. ആ രീതിയിൽ മുക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ മാവെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നടുഭാഗത്ത് ഒരു ഹോളാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തള്ളവിരലൊക്കെ വെള്ളത്തിൽ മുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് ഹോളാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് പൊങ്ങി വരും കേട്ടോ. അപ്പം നമ്മുടെ ഉഴുന്നുവട അത്രയും സോഫ്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം മതി ഹൈ ഫ്ലെയിമിലാക്കി വെക്കേണ്ട. അതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയി പോകും, ഉൾഭാഗം വേവോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. കണ്ടോ, ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ പൊങ്ങി വരുന്ന കണ്ടോ. അത് അതിൻ്റെ അർത്ഥം നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണെന്നാണ്. ഇനി തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നത് കണ്ടോ നമ്മൾ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തപ്പോഴേക്കും. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്കിതുപോലെ കയ്യിലെടുത്ത് ഷേപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉഴുന്നുവട നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വറക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉൾഭാഗവും കൂടി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. 1/2 കപ്പ് ഉഴുന്നുകൊണ്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള 5 ഉഴുന്നുവട നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് ഉഴുന്നിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്ന് കുതിരാനിടുന്നത് മുതൽ അത് അരയ്ക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. കണ്ടോ, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണിത്. ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.